ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ഫറവോനെക്കുറിച്ചും മോശയിൽ കൂടെ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നല്ലോ. 10 അത്ഭുതങ്ങൾ ദൈവം മിസ്രൈമിൽ ചെയ്തു. അതിന് ശേഷമാണ് ഫറവോൻ തൻ്റെ ജനത്തെ വിട്ടയക്കുവാനിടയായത്. ഈ ഓരോ സമയത്തും ഫറവോൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദ്യം ഫറവോൻ ഹൃദയത്തെ കഠിനമാക്കി, പിന്നീട് ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈ 10ാമത്തെ പാത കഴിഞ്ഞപ്പോൾ കടിഞ്ഞൂലുകളെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഈ മിസ്രൈമിൽ പടിഞ്ഞൂലുകളെല്ലാം നശിച്ചു. അപ്പോൾ ഇസ്രായേലിനെ ദൈവം കടിഞ്ഞൂല് സംഹാരത്തിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എന്ത് ചെയ്തതാണ് അവർ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നുള്ളത് ഇന്ന് നമുക്ക് പഠിക്കാം. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. 1 കൊരിന്ത്യർ 5:7. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഇവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. മിസ്രൈം ദേശത്ത് 10 ബാധകൾ ദൈവം അയച്ചു. നമ്മൾ കണ്ടതാണ്. 10ാമത്തെ ബാധ അതികഠിനമായിരുന്നു. സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദിജാതൻ മുതൽ തിരിങ്കല്ലിങ്കിലിരിക്കുന്ന ദാസിയുടെ ആദിജാതൻ വരെയും മിസ്രൈം ദേശത്തെ കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെയും എല്ലാ കടിഞ്ഞൂലുകളും, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാ കടിഞ്ഞൂലുകളും ചത്തുപോകും. ഈ ബാധയിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കേണ്ടതിന് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു നിങ്ങൾ പെസഹ ആചരിക്കണം. പെസഹ എങ്ങനെയാണ് ആചരിക്കേണ്ടത്, അത് എന്നാണ് ആചരിക്കേണ്ടത്, എല്ലാ നിയമങ്ങളും അവർ കൊടുത്തു. അത് കണ്ടിന്യൂസ് ആയിട്ടും അവർ ആചരിച്ചു കൊണ്ടിരിക്കണം. 1-ാം ആണ്ടിൻ്റെ ആരംഭമായ 1-ാം മാസം 10-ാം തീയതി ഓരോ കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഒരു ആട്ടിൻകുട്ടിയെ എടുക്കണം. അപ്പോൾ അവർ എല്ലാ വർഷവും അവർ പെസഹ ആചരിക്കണം. ആ പെസഹ ആചരിക്കുമ്പോൾ അവർ ഓരോ കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഒരു ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരാ എങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവൻ്റെ അയൽക്കാരെയും കൂട്ടി അതിനെടുക്കണം. ഇപ്പോൾ ഒരു വീട്ടിൽ 2 പേര് മാത്രമാണെങ്കിൽ ഒരാടിനെ മുഴുവനായിട്ട് തിന്നാനൊക്കത്തില്ലല്ലോ. അപ്പം അടുത്ത വീട്ടിൽ 2 പേരേ ഉള്ളൂ എങ്കിലും വീട്ടിലുള്ള അവർ 2 പേരും കൂടി ഒരാട്ടിൻകുട്ടിയെ എടുത്തിട്ട് അതിനെ എടുക്കണം. കാരണം എല്ലാ വർഷവും അവരത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയൊന്നും ശേഷിപ്പിക്കാനായിട്ട് പാടില്ല പിറ്റേ ദിവസത്തേക്ക്. അതുകൊണ്ട് അത് വീട്ടിലുള്ളവർ അന്ന് തന്നെ തിന്നു തീർക്കണം. അത് തിന്നു തീർക്കാൻ ഒരു ഭവനത്തിന് പറ്റിയില്ലെങ്കിൽ അടുത്ത ഭവനത്തിലുള്ളവരും കൂടി ഒരു ആട്ടിൻകുട്ടി എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. അപ്പോൾ ഈ ഊനമില്ലാത്ത ഒന്നിനെ വേണം അർപ്പിക്കാൻ. ഊനമുള്ളത് ദൈവത്തിന് വേണ്ടതില്ല. കുഞ്ഞുങ്ങളെ നമ്മളിപ്പോഴും കർത്താവിന് കൊടുക്കുന്നത് നമുക്ക് വേണ്ടാത്തതല്ല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത്. ഊനമില്ലാത്ത നല്ലത്, നമുക്കുള്ളതിൽ നിന്ന് നല്ലതെടുത്ത് കർത്താവിന് കൊടുക്കണം. കർത്താവ് പറയുന്നുണ്ടല്ലോ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്ക് എല്ലാം കിട്ടും. പഠിച്ചെല്ലാം കഴിഞ്ഞ് ഉറക്കം വരുമ്പോഴല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സ്കൂളിലുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞേച്ച് ഉറങ്ങാൻ പോകുമ്പോഴാണോ വേദപുസ്തകം വായിക്കേണ്ടതല്ല. ആദ്യം വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മുടെ പഠിത്തം തുടങ്ങാനായിട്ട്. ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം എങ്ങനെയാണ്? പഠിക്കാൻ വന്നിരിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിത്തത്തിന് ഇത് ചെയ്തിട്ട് അതിന് ശേഷം വേണം നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. കാരണം അതിലൊരു ഊനവും പാടില്ല. അപ്പോൾ അത്രയും ദിവസം അവർ സൂക്ഷിച്ച് നോക്കണം ഈ ആട്ടിൻകുട്ടിക്ക് എന്തെങ്കിലും ഊനം ഉണ്ടോയെന്ന്. സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിൻ്റെ രക്തം കുറെയെടുത്ത് വാതിലിൻ്റെ കട്ടിളക്കാൽ 2-ന്മേലും കുറുമ്പടി മേലും പുരട്ടണം. അത് ആദ്യത്തെ ദിവസത്തെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ്. കാരണം മിസ്രൈം മുഴുവനും കടിഞ്ഞൂൽ സംഹാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടണമെങ്കിൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് പെസഹ ആചരിക്കുക എന്നുള്ളത്. അപ്പോൾ രക്തം കുറെയെടുത്ത്
കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളും തീയിലിട്ട് ചുട്ട് കളയണം. ഉടൻ തന്നെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റേന്നാൾ കാലത്തേക്ക് ഒട്ടും ശേഷിപ്പിക്കരുത്. രാത്രി തന്നെ എല്ലാം ബാക്കിയുള്ളത് തീയിലിട്ട് ചുട്ട് കളയേണ്ടതെല്ലാം ചുട്ട് കളയണം. അല്ലാതെ ചുട്ട് തിന്നേണ്ടതെല്ലാം ചുട്ടും തിന്നണം. ശേഷിക്കുന്നത് തീയിലിട്ട് ചുട്ട് കളയണം. ബാക്കി എന്തെങ്കിലും വന്നാൽ ഉടനെ രാത്രി തന്നെ അത് ചുട്ട് കളയണം. തിടുക്കത്തോടെ അവർ അന്ന് അവർ കഴിക്കണം. ഇത് യഹോവയുടെ പെസഹയാകുന്നു. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മനാളായിരിക്കണം. നിങ്ങൾ അത് യഹോവയ്ക്ക് ഉത്സവമായിട്ട് ആചരിക്കണം. അത് ദൈവം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള അരുളപ്പാടുകളാണ്. ഇങ്ങനെ അവർ പെസഹ ആചരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഇസ്രായേൽ മക്കൾ പെസഹ ആചരിച്ചു. അതുകൊണ്ട് അവർ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. രാത്രിയിൽ എല്ലാ ദൂതന്മാർ കടിഞ്ഞൂൽ സംഹാരത്തിനായിട്ട് ഓരോ വീടുകൾ തോറും പോകുമ്പോൾ മിസ്രൈമിൽ രക്തമില്ല, ഒന്നുമില്ല. മിസ്രൈമിലുള്ള എല്ലാത്തിനെയും കടിഞ്ഞൂലിനെ സംഹരിച്ചു കളഞ്ഞു. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളിൽ ഈ ഓരോ വാതിലിൻ്റെ മുകളിലും രക്തം കണ്ടത് മുഖാന്തരമായിട്ട്, അവർ പെസഹ ആചരിച്ചത് മുഖാന്തരമായിട്ട് ദൂതൻ അവരെ വിട്ടുപോയി. അങ്ങനെ അവർ ആ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ടു. എന്നാൽ മിസ്രൈമിൽ മുഴുവനായിട്ട് കടിഞ്ഞൂലുകൾ, മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കടിഞ്ഞൂലുകൾ മുഴുവനും സംഹരിക്കപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ മക്കൾ പെസഹ ആചരിച്ചത് മുഖാന്തരമായിട്ട് അവർ രക്ഷപ്പെട്ടു. ഈ പെസഹ അവരുടെ ഓർമ്മനാളായിട്ട് വെച്ച് അവർ എല്ലാ വർഷവും എല്ലാ ഇതിലും അതിൻ്റെ സമയത്ത് ചെയ്യണമെന്ന് മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചു. അങ്ങനെ അവർ ചെയ്തു. നമുക്കിതിൽ അനേകം നല്ല പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് ആട് ഊനമില്ലാതായിരിക്കണം. ഒരു ഊനവുമുള്ളതിനെ അയക്കാൻ. കാരണം ഈ പെസഹ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തിൻ്റെ മുൻകുറിയാണ്. നമ്മുടെ കർത്താവ് ഒരു ഊനമില്ലാത്തതായിരുന്നു. അപ്പോൾ ഒരു ഊനമില്ലാത്തതായിരിക്കണം. അതുപോലെ കർത്താവിന് കൊടുക്കുന്ന കാര്യങ്ങളും ഊനമില്ലാത്തതായിരിക്കണം. രണ്ടാമതായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷയ്ക്കായി എല്ലാ ഭവനത്തിലും കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതിൻ്റെ രക്തം കൊണ്ട് അവർക്ക് വിടുതലുണ്ടായി. അതുപോലെ ക്രിസ്തുവാകുന്ന പെസഹ കുഞ്ഞാട് നമുക്ക് പകരമായി അറുക്കപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് വിമോചനം ലഭിച്ചു. മൂന്നാമതായിട്ട് ഇസ്രായേൽ മക്കളോട് ഈ ദിവസം മറന്നുപോകാതെ ഓർമ്മനാളായി ആചരിക്കണം. നമ്മുടെ രക്ഷിക്കപ്പെട്ട നാൾ, നാം രക്ഷിക്കപ്പെട്ട ആ ദിവസം ഒരിക്കലും മറക്കുവാൻ പാടില്ല. കാരണം നമ്മെ കർത്താവ് അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച ആ ദിവസം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. മറന്നു കഴിഞ്ഞാൽ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നാലാമതായിട്ട് ഒരു കാര്യവും കൂടെ ഉണ്ട്. നാം കർത്താവിന് അർപ്പിക്കുന്നത് എപ്പോഴും നല്ലതും ഏറ്റവും മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, ഏറ്റവും നല്ലതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്കെന്ന പാഠത്തിനായിട്ട് സ്തോത്രം. വിശുദ്ധരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഊനമില്ലാത്ത പെസഹ കുഞ്ഞാട് ഞങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ടു. ആ ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങൾക്ക് രക്ഷയുണ്ടായി. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ് എത്ര നല്ലവനും വല്ലഭനുമാണ്, അതോർത്ത് നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, വിശ്വസ്തരായിട്ട് വിശുദ്ധിയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കേട്ടതുകൊണ്ട് സ്തോത്രം. ആമേൻ. ഓക്കെ കുഞ്ഞുങ്ങളെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.